ഹലോ. അപ്പോൾ നാളെ മുതൽ സ്വത്ത് സ്കൂളിലേക്ക് പോകാനായിട്ട്. അപ്പോൾ തലേ ദിവസം തന്നെ എല്ലാം അറേഞ്ച് ചെയ്ത് സെറ്റ് ചെയ്ത് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. എനിക്കാണെങ്കിൽ ഭയങ്കര ടെൻഷനും ഭയങ്കര സങ്കടം വരുമായിരുന്നു. എന്താണെന്ന് എനിക്കറിയില്ല, സന്തോഷം കൊണ്ടായിരിക്കും. അവളിങ്ങനെ ഇത്ര വലുതായോ, ഒറ്റയ്ക്ക് പോവാറായോ എന്നുള്ളതൊക്കെ എനിക്ക് റിയലൈസ് ചെയ്യാൻ കുറച്ചധികം സമയം വേണ്ടി വരുന്നു. എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു കേട്ടോ. ഞാൻ ഇങ്ങനെ കുറേ നേരം ഇന്ന് കരഞ്ഞു. അവളിങ്ങനെ വലുതായോ എന്ന് ആലോചിച്ചിട്ടുള്ളൊരു വിഷമം എനിക്ക്. പിന്നെ പിറ്റേ ദിവസം നല്ല നേരത്തെ ഞാൻ എണീറ്റിട്ട് ഇനി ഒന്നും നേരം വൈകണ്ട, ആദ്യത്തെ ദിവസം തന്നെയെന്ന് വിചാരിച്ചിട്ട് രാവിലെ തന്നെ വിളക്കൊക്കെ വെച്ചു. അവളെ ഞാൻ പതുക്കെ എണീപ്പിക്കാമെന്ന് വിചാരിച്ചിട്ട് ഫസ്റ്റ് ഡേ തന്നെ നമ്മൾ കൊണ്ടുപോയിട്ട് നമ്മുടെ കൂടെ തന്നെ തിരിച്ചു കൊണ്ടുവരാം. 10:15 ആകുമ്പോൾ എത്തിയാൽ മതിയായിരുന്നു. അത് കാരണം ഞാൻ അവളെ വിളിച്ചിട്ടുണ്ടായിരുന്നില്ല. അവളെ കുറച്ച് ലേറ്റായിട്ടാണ് വിളിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം ഞാൻ വിളക്കൊക്കെ വെച്ചു. എനിക്ക് അപ്പോഴും ഭയങ്കര ടെൻഷനായിരുന്നു. ഭയങ്കര ഇങ്ങനെ നെഞ്ചൊക്കെ കിട്ടുന്ന ഇങ്ങനെ ഇടിക്കായിരുന്നു. ഞാൻ എൻ്റെ കാര്യങ്ങൾക്ക് ഇങ്ങനെ എത്രയധികം ടെൻഷൻ അടിച്ചിട്ടില്ല. എനിക്കെന്തോ ഉണ്ണീനെ ഇങ്ങനെ പറഞ്ഞു വിടുമ്പോൾ ഭയങ്കര പേടിയും സങ്കടവും, കൂടുതൽ സങ്കടം വരുമായിരുന്നു. അവളിങ്ങനെ ഒറ്റയ്ക്ക് പോവാറായോ എന്നുള്ളൊരു സങ്കടം, എല്ലാതും ഇനി ഒറ്റയ്ക്ക് ചെയ്യണമല്ലോ എന്നൊക്കെ ആലോചിച്ചിട്ടുള്ളൊരു സങ്കടവും സന്തോഷവും എല്ലാം ഉണ്ട് കേട്ടോ. കാരണം അവളുടെ ഒരു നല്ലൊരു ലൈഫിന് വേണ്ടിയിട്ട് അവൾ പോവല്ലേ, അതിൻ്റെ ഒരു സന്തോഷമുണ്ട്. തലേ ദിവസം തന്നെ ഞാൻ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ ഡ്രസ്സും ചേട്ടൻ്റെ ഡ്രസ്സൊക്കെ അയൺ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. രാവിലെ ഇനി ഒരു തിക്കും തിരക്ക് വേണ്ട, പ്രശ്നങ്ങളൊന്നും വേണ്ടെന്ന് വെച്ചിട്ട് ഞാൻ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചു. എനിക്ക് മാത്രമല്ല കേട്ടോ, എല്ലാവർക്കും ഭയങ്കര ടെൻഷനായിരുന്നു. എൻ്റെ അമ്മ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വിളിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് കേട്ടോ ഉണ്ണിയുടെ സ്കൂള്, നമ്മുടെ നിർമ്മലമാത ഇയാളുള്ളൊരു സ്കൂളാണ്, കീച്ചേരി ഭാഗത്താണ് കേട്ടോ. അപ്പോൾ ആൾ ഭയങ്കര ഹാപ്പിയാണ്. പുതിയ ഡ്രസ്സ്, പുതിയ ബാഗ്, ഷൂവ് എല്ലാം ഇട്ടിട്ട് ഭയങ്കര പത്രാസിലാണ് പോകുന്നത്. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട് ഇതൊക്കെ വീഡിയോയിൽ കാണിക്കുമെന്ന് പറഞ്ഞിട്ട്. അവൾ ഭയങ്കര കൂളായിട്ടാണ് പോകുന്നത് കേട്ടോ. അവൾക്ക് അങ്ങനെ വലിയ വിഷമം കാര്യങ്ങളൊന്നും ഇല്ല. അപ്പം നമ്മളോട് നേരത്തെ തന്നെ എത്താൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ലേറ്റ് ആവരുന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു. മുകളിലായിരുന്നു പ്രോഗ്രാമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളിങ്ങനെ സ്റ്റെപ്പൊക്കെ കയറിപ്പോവും. അപ്പോൾ മൊത്തത്തിൽ നോക്കുന്നുണ്ട് കേട്ടോ. ഞാൻ പഠിച്ച അംഗൻവാടി ഒന്നല്ല, കുറേ ചേട്ടന്മാരും ചേച്ചിമാരനെയൊക്കെ കാണുന്നുണ്ട്. ഭയങ്കര ഹാപ്പി ആയിട്ടാണ് കേട്ടോ പോണത്. അപ്പം ഞങ്ങൾ നല്ലോണം നേരത്തെ എത്തി. അധികം ആരും വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഓരോ പുതിയ പുതിയ ആൾക്കാരൊക്കെ കാണുമ്പോൾ ഒരു സന്തോഷമൊക്കെ ഉണ്ട്. പിന്നെ പ്രീ കെ ജിയിലത്തെ കുട്ടികളും അങ്ങനെ എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ അവിടെ. അപ്പോൾ എല്ലാ പിള്ളേരും ഇത്തിരി മൂഡ് ഓഫ് ആയിരിക്കുന്ന സമയത്താണ് ഇതുപോലത്തെ ഓരോ ഐറ്റംസ് വന്നത്. അപ്പോൾ പിന്നെ പിള്ളേരൊക്കെ ഭയങ്കര എനർജറ്റിക്കായി, അവർ പിന്നെ ഒതുങ്ങിയിരിക്കാണ്ടായി, ഇവരുടെ പിന്നാലെ കിടന്ന് ഓടലൊക്കെ ആയിട്ടാണ്. അപ്പോൾ പിന്നെ സ്വത്തും ഭയങ്കര ഹാപ്പിയായി. പിന്നെ അതിനെ പോയിട്ട് തോണ്ടലും അടിക്കലൊക്കെ ആയി. പിന്നെ കുറേ ഉണ്ണികളെ അവിടെ ഇരുന്ന് കരയുന്നുണ്ടായിരുന്നു, കുറേ പേര് ഇരുന്ന് ചിരിക്കുന്നുണ്ടായിരുന്നു, കുറേ പേർക്കൊരു ടെൻഷൻ പോലെയൊക്കെ ആയിരുന്നു, ഇനി എന്താണ് ഇവിടെ ചെയ്യാൻ പോണത് എന്നൊക്കെ ആലോചിച്ചിട്ട്. പിന്നെ ആകെ കൂടി അവരുടെ കരച്ചിൽ മാറാനുള്ള ഒരാളെന്ന് പറയുന്നത് ഈ കോഴി, പിന്നെ ഒരു മുയൽ പോലത്തെ ഒരു സംഭവം ഉണ്ടായിരുന്നു. ഈ ഉണ്ണി ഭയങ്കര ടെൻഷനിലായിരുന്നു കേട്ടോ. വന്നപ്പോൾ തൊട്ട് അവൻ ഇങ്ങനെ തന്നെ ഇരിക്കുമായിരുന്നു. ഈ ഉണ്ണി ഇവരൊക്കെ പ്രീ കെ ജി അങ്ങനത്തെ കുട്ടികളാണ്, കുറച്ച് ചെറിയ ഉണ്ണികളാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇനോഗ്രേഷൻ പരിപാടികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ സിസ്റ്ററായിരുന്നു ഇവിടുത്തെ പ്രിൻസിപ്പള്. പിന്നെ കുറച്ച് കുഞ്ഞു ഉണ്ണികളെയും കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു, അവരെ കൊണ്ടും വിളക്ക് കത്തിക്കാനൊക്കെ ആയിട്ട്. അപ്പോൾ എൻ്റെ അമ്മ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വീഡിയോ കോൾ ചെയ്ത് ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ, അവൾ കരയുന്നുണ്ടോ എന്നൊക്കെ. പിന്നെ അനിയത്തിയും വിളിക്കുന്നുണ്ടായിരുന്നു. അവർക്കൊക്കെ ഭയങ്കര ടെൻഷനാണ്. അവർക്കൊക്കെ ഇവൾ ഇത്രയ്ക്ക് വലുതായോ എന്നുള്ളത് അങ്ങോട്ട് റിയലൈസ് ചെയ്തിട്ടില്ല അവരാരും. പിന്നെ ഇവരുടെ നോർമൽ സ്പീച്ചും കാര്യങ്ങളും അവരെ വെൽക്കം ചെയ്യുന്ന പരിപാടികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊന്നും പിള്ളേരാരും ശ്രദ്ധിക്കുന്നില്ല, നമ്മളോട് പറയാനുള്ള കുറച്ച് കാര്യങ്ങളായിരുന്നു. പിന്നെ ഇവരുടെ സീനിയേഴ്സായ UKGയിലത്തെ ചേട്ടന്മാരുടെയും ചേച്ചിമാരുടെയും ഡാൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഒരു ചെറിയ ഗിഫ്റ്റ് എല്ലാം കുഞ്ഞുണ്ണികൾക്കും കൊടുത്ത് അവരുടെ ഒന്ന് ഹാപ്പിയാക്കാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ അവർ കൊടുത്തു. പിന്നെ ഒരു ടാഗ് കൊടുത്തിട്ടുണ്ടായിരുന്നു. നമുക്ക് ഫോട്ടോയും കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല, യൂണിഫോമൊന്നും കിട്ടിയിട്ടില്ല. അത് കിട്ടിയതിന് ശേഷം പ്രോപ്പറായിട്ടുള്ള ID കാർഡൊക്കെ കിട്ടുന്നു. പിന്നെ പുറത്തിറങ്ങിയിട്ട് കുറേ ഫോട്ടോ സെക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കുറേ ഫോട്ടോ ബൂത്തുകളുണ്ടായിരുന്നു. അവിടെ ഇവിടെയൊക്കെ പോയിട്ട് ഫോട്ടോ എടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളോട് കേട്ടോ. അപ്പോൾ ആൾക്ക് ഇതിൻ്റെ ബാക്കിൽ പോയിട്ട് തോണ്ടാനാണ് ഇഷ്ടം. മുന്നിൽ വരുമ്പോൾ ഭയങ്കര പേടിയാണ്. ഇവരുടെ കൂടെ ഒന്ന് ഫോട്ടോ എടുക്കാൻ സമ്മതിച്ചില്ല കേട്ടോ. ഭയങ്കര പേടിയായിട്ട് ഓളിയിട്ടിട്ട് ഓടിപ്പോയി. ഇവരുടെയൊക്കെ ബാക്ക് കൂടെ പോയിട്ട് അടിക്കുന്നു. അതൊക്കെ എൻ്റെ ഫ്രണ്ടിൻ്റെ തന്നെയായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ കുറേ സ്ഥലത്ത് ഇതുപോലെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുത്തു. പിന്നെ മഴയൊന്നും ഇല്ലാത്ത കാരണം വലിയ പ്രശ്നം ഉണ്ടായിരുന്നില്ല കേട്ടോ. ഏകദേശം ഒരു 11:30-12 മണിയൊക്കെ ആകുമ്പോഴേക്കും എല്ലാം കഴിഞ്ഞു കേട്ടോ. അപ്പോൾ തന്നെ ഞങ്ങൾ പോവാമെന്ന് വിചാരിച്ച് വേഗം, നല്ല മഴയ്ക്ക് മുന്നേ. പിന്നെ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാനുണ്ടായിരുന്നു. ഇങ്ങനെ കുറേ ഫോട്ടോ എടുക്കാനുള്ള ബൂത്തൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആളോട് ചിരിക്കാൻ പറഞ്ഞെങ്കിൽ ഇതുപോലത്തെ ഓരോ കോമാളിച്ചിരി മാത്രമേ ചെയ്യുള്ളൂ. കുറേ സ്ഥലം ഉണ്ടായിരുന്നുണ്ട് ഫോട്ടോ എടുക്കാനൊക്കെ ആയിട്ട്. കുറച്ച് സ്ഥലത്തൊക്കെ നിന്നു, പിന്നെ ഇവിടെ നിന്നൊന്നുമില്ല. പിന്നെ ഇതുപോലെ ഇവിടെ ഒരു നല്ലൊരു സംഭവം സ്റ്റാർ ഓഫ് നിർമ്മലമാത തുറക്കുമ്പോൾ നമ്മുടെ ഉണ്ണീനെ കാണുന്ന ഒരു സംഭവം.
അപ്പോൾ ആൾക്ക് എന്താ സംഭവം മനസ്സിലായിരുന്നില്ല. പക്ഷെ നമ്മുടെ അടുത്ത് ടീച്ചർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ചെയ്തിട്ട് വീഡിയോ എടുക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറേ ഉണ്ണികൾ ഫോട്ടോ എടുക്കാനൊന്നും കൂട്ടാക്കുന്നുണ്ടായിരുന്നില്ല. പിന്നെ ആളോട് എന്ത് പറഞ്ഞാലും ഓരോ കോമാളിത്തരം മാത്രമേ കാണിക്കുള്ളൂ. പിന്നെ ഒരു വിധമൊക്കെ എങ്ങനെയൊക്കെയോ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. ഞങ്ങൾ വേഗം പോകാൻ നിൽക്കുമായിരുന്നു. അപ്പോൾ ടീച്ചർ പറഞ്ഞു ക്ലാസ് റൂമൊക്കെ ഒന്ന് പോയി കണ്ടിട്ട് പോരേന്ന് പറഞ്ഞപ്പോൾ ആളുടെ മൂഡ് ചെറുതായിട്ട് മാറി തുടങ്ങി. ക്ലാസ്സിലേക്ക് പോകാൻ കൂട്ടാക്കുന്നുണ്ടായിരുന്നില്ല. കരഞ്ഞൊന്നുമില്ല കേട്ടോ, ഫുൾ ആൾ ഹാപ്പി തന്നെയാണ്. ഞങ്ങളുടെ കൂടെ തിരിച്ച് വരാമെന്ന് പറഞ്ഞ കാരണം മാത്രം ക്ലാസ്സിൻ്റെ ഉള്ളിൽ കയറി. ചെയറൊക്കെ കണ്ടപ്പോൾ ചെറിയൊരു പേടി, ഇനി ഇവിടെ ഇരുത്തിയിട്ട് പെട്ടെന്ന് പോവുമെന്ന്. പിന്നെ വേഗം ഞങ്ങളുടെ കൂടെ തന്നെ തിരിച്ച് ഇറങ്ങിയിട്ടാണ്. അപ്പോൾ ക്ലാസ്സുകൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോ ഡിവിഷനും ഓരോ ഫ്ലവറിൻ്റെ പേരാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. റോസ്, സൺഫ്ലവർ, ലോട്ടസ്. ഉണ്ണി സൺഫ്ലവർ ആണ് കേട്ടോ. അപ്പോൾ ഈ പൂവ് കണ്ടിട്ട് നമ്മൾ ക്ലാസ് തെറ്റി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ. അപ്പോൾ സൺഫ്ലവർ ഇങ്ങനെ ID കാർഡിൻ്റെ മുകളിലൊക്കെ ഇവർ ഏത് ക്ലാസ്സാണോ അപ്പോൾ അതിനനുസരിച്ചുള്ള ഫ്ലവർ അവരുടെ ID കാർഡിൻ്റെ മുകളിൽ ഉണ്ടാവും കേട്ടോ. പിന്നെ ഇങ്ങനെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് ഞങ്ങൾ വേഗം അവിടെ നിന്ന് പോകുന്നു കേട്ടോ. അപ്പോൾ നാളെ തൊട്ട് റെഗുലർ ക്ലാസ്സുകൾ തുടങ്ങണം. അപ്പോൾ എനിക്കും കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസൊക്കെ എടുക്കണം എന്നുണ്ട്. അപ്പോൾ അത്രേ ഉള്ളൂ. പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ടാറ്റാ.